ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ മുന്നല്ലാതെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറി ഐലൻഡിൻ്റെ പണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫാക്ടറിയിൽ നമ്മൾ ഫുള്ള് റെഡ് സ്റ്റോൺ ഫാം അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കുറച്ച് ബിൽഡ് ടൈപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഇത്ര നമുക്ക് അതായത് കുറേ സ്ഥലമുണ്ട് ഈ ഏരിയയിൽ. ഇതാണ് നമ്മുടെ ബേസ്, നമ്മളെ ചെറിയ വീട്. ഇതൊക്കെ നമുക്ക് പൊളിച്ചാലിന് ഒരു കിടിലം വീടാക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇത്ര സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങൾ മൊത്തം നമുക്ക് ഫുള്ളി എന്താണ് പല ബിൽഡുകൾ കൊടുന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇനി മുതൽ കുറച്ച് ബിൽഡ് ടൈപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ വേൾഡിലൂടെ ഇങ്ങനെ ഒരു പണിയില്ലാതെ ഒരു ഇതും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പണിയില്ലാതെ വേൾഡിലൂടെ ഇങ്ങനെ തേരാപ്പാര ഇതിക്കൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് കുറേ മൃഗങ്ങളുണ്ടത്. ഇന്നോ നാളെ ചത്തു പോയാൽ ആരും കുഴിച്ചിടാൻ പോലുമില്ല. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇന്നിപ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടി അത് തട്ടിക്കൂട്ടി ഒരു ദിവസം അവർ കഴിക്കും. അപ്പോൾ അങ്ങനെ കുറേ പാവപ്പെട്ട മൃഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഈ മൃഗങ്ങൾ ഇങ്ങനെ കൂടുക എന്ന നന്മയോളുടെ വേൾഡിൽ ഇങ്ങനെ കഴിയാൻ പറ്റൂല. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു 5 സ്റ്റാർ ബാണാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് മെഡീവൽ 5 സ്റ്റാർ ബാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് വലിയൊരു ബിൽഡാണ്. അപ്പോൾ ഇവിടെ സൈഡിലൊരു കേവ് ഉണ്ട്. അതൊന്നും കൂടി ഒരു സീനാവുമെന്ന് അറിയില്ല. അപ്പം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ കുറച്ച് ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട്. അപ്പം ഞാൻ ആ മൃഗങ്ങളൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാനവിടെ ഫുള്ള് പിടിച്ച് കട്ടിക്കൂട്ടി ഈ ഫെൻസിൻ്റെ ഇവിടെ ഇട്ട് വെച്ചിരിക്കണ്. ഇതാണ്ട് ഇവിടെ എല്ലാവരും കേൾക്കുക. കൂൾഗോ എന്ന നന്മയോള് നിങ്ങൾക്കൊരു 7 സ്റ്റാർ ബാൺ ഉണ്ടാക്കി തരാൻ പോകുന്നു. ഇവരുണ്ടാക്കി കൊടുക്കണതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നമ്മുടെ കുട്ടനക്ക് ഒരു സൈഡിൽ ഒരു ഹട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഹട്ടല്ല, അവനക്കുള്ളൊരു ബാണ്. അതായത് ഇവനക്ക് ചില സമയത്ത് ഇങ്ങനെ കറങ്ങണ ഒരു അസുഖമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവനക്ക് ഒരു പെണ്ണ് പ്രേമമോ നമുക്കൊരു കൂട്ടുണ്ട്, എനിക്കൊരു കൂട്ടില്ല. പിന്നെ ഇവനക്കൊരു വീടും കൊടുക്കണം. കാരണം ഇവൻ കുറേ ഇവനെ ടൈം ചെയ്തേ മുതൽ ഇവൻ ഇവിടുത്തെ ഇടി മിന്നലും മഴയും എല്ലാം ഏറ്റുകൊണ്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കൽ കെട്ടിയെടുക്കണേ. അപ്പോൾ അവനക്കും കൂടിയിട്ട് ഒരു വലിയൊരു ഇതാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ എപ്പോഴത്തെയും പോലെയും അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇത്ര റിസോഴ്സ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണം. അപ്പോൾ ഇതെന്തായാലും നമുക്ക് കൈക്ക് പോരട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യാണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഫുള്ള് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് നമുക്കിവിടെ അതിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ലാബിൽ സെറ്റാക്കണം. അതാദ്യം ഇത് സെറ്റാക്കാണ്ട് ഇതിന് എത്ര സ്ഥലമാണെന്നൊരു 24 ബ്ലോക്കിൻ്റെ ഇതാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് ഇതാക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല. ഒരിക്കൽ ഫുള്ള് വേണ്ട സ്പേസിനനുസരിച്ചിട്ട് ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കി എടുത്തുക്കണം. അതേപോലെ തന്നെ ഈ കാണുന്ന ഇവിടെ നമ്മളെ ബിൽഡ് എത്ര വലിപ്പം വരും നമ്മളെ ബിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലേഔട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ മറ്റേ പാത്ത് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബിൽഡിൻ്റെ പണിയും കാര്യങ്ങളും തുടങ്ങാം. എന്താണ് ബിൽഡ്? 5 സ്റ്റാർ ബാൺ. അപ്പോൾ ടൈം ലാപ്സ്. ബൈ.
ഒരുപാട് കാലങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം നമ്മുടെ ബിൽഡിൻ്റെ പണിയും കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതാ നമ്മുടെ കിടിലം ബിൽഡ്, നമ്മുടെ 7 സ്റ്റാർ ബാണ് ഇവിടെ സെറ്റ് ആയിക്കണ്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾ 10 എത്ര തരുന്നതെന്ന് പറയാം. അപ്പോൾ അതാ നമ്മുടെ സംഭവം കാര്യങ്ങൾ ഇവിടെ ബാണും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി നമ്മൾ സെറ്റാക്കിക്കണേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുതിരക്കുട്ടനക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഹട്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാത്തൊക്കെ കൊടുത്ത് നേരെ ഒരു ഗേറ്റ് വേ കാണാം. അതിലൂടെ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ കുറച്ച് മെലണൊക്കെ കാണാം. അതായത് നമ്മൾ ഫുള്ള് റെയിലൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കിയ പോലെ കുറച്ച് മെലണും കാര്യങ്ങളും കാണാം. എന്നിട്ട് തിരിഞ്ഞ് നേരെ കയറുമ്പോൾ നമ്മൾ ബാണ് കാണാം. ഇവിടെ 1 2 3 4 5 ആൾക്ക് കയറി സുന്ദരമായിട്ട് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അടിയിൽ ഞാൻ കുറച്ച് കോസ്റ്റ് അതേപോലെ തന്നെ ഈ സാധനവും പ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിരിക്കണം. അതന്നെ. പിന്നെ ഇവിടെ കുറച്ച് ലാൻഡാണ്. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ കാണാനുള്ളത് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. നിങ്ങളടുത്ത് എന്തെങ്കിലും ഐഡിയ പറയും. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പംകിനും അതേപോലെ തന്നെ കുറച്ച് മേലാണോ സെറ്റാക്കിക്കണത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ഹേബയിലും ഇവിടെ പംകിനും ഹേബയിലും മേലണൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കണം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുതിരൻ്റെ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾ ബാണ് എന്ന് പറയണത്. 2.5 മണിക്കൂർ എടുത്ത് ഈ സാധനം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ കുറച്ച് നല്ല പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഞാൻ കുറച്ച് ആൾക്കാരെ കെട്ടിയിട്ടിരുന്നു, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി അവർ മഴയത്ത് ഇടിയൊന്നും കൊണ്ടിട്ട് ജീവിക്കൂല. ഇവിടെ കൂൾക്കോൻ്റെ അടുത്ത് നിന്ന്, അതായത് നന്മയോളി വേൾഡിൻ്റെ അടുത്ത് സെറ്റപ്പാക്കി ജീവിക്കും. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുതിരക്കുട്ടനക്ക്, അതായത് ഞാൻ പറഞ്ഞോന്നറിയില്ല, എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു അസുഖം ഉണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കറങ്ങണ ഒരു അസുഖം. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പെണ്ണിലായിട്ട് എന്നാണ് അല്ലേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെൺകുട്ടിയെ സെറ്റാക്കി കൊടുക്കണം. നമുക്കില്ലേ ഓനക്കും വേണ്ടേ. പിന്നെ അതാ നമ്മുടെ എല്ലാവരും അവിടെ ഇപ്പോൾ നമ്മൾ ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് ഇവനക്ക് ഒരാൾ സെറ്റാക്കി കൊടുക്കണം. ഇവനൊക്കെ ഒരാൾ കണ്ടിട്ട് ഈ ഒരു ഏരിയയിലൊന്നും കാണാനില്ല. കാരണം ഇവിടെ ഒന്നും ഈ കുതിരകൾ സ്പോണാവുന്നൊരു ഏരിയ അല്ല ഒന്നാമത്. പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ കണ്ടില്ല, ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. കാരണം നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ളും നമ്മളതാണ്, നമ്മുടെ ബേസാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊണ്ടുവരണമെന്ന് പറയാം. നമുക്കിവിടെ പാത്ത കൊടുന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. ഈ അയൺ ഫാം ആണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ കളിട്ടോ, ഇത് ചിലപ്പോൾ ഇവിടെ വെക്കും. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ അവിടെ ചെയ്യാം, എന്തൊക്കെ ബിൽഡ് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ആകെയുള്ള 2 ബിൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വീടും ഒന്ന് ആ വില്ലേജറും ഒന്ന് പിന്നെ ഈ ബാണും ഒന്ന് പിന്നെ ഈ ഫുഡ് ഫാമുമാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കുതിരക്കുട്ടനക്ക് ഒരു ഇത് കണ്ടുപിടിക്കണം. കുതിരക്കുട്ടനക്ക് ഒരു കുതിരനെ ഒരു പെൺകിടാവിനെ കണ്ടുപിടിക്കണം. പിന്നെ അവൻക്കും അവൻ്റെ പെൺകിടാവിനും വേണ്ടിയിട്ട് 2 പേര് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒറ്റൊരു കുതിരയുടെ ഐലൻഡ് ഞാൻ കണ്ടിരിക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ. അവസാനം ഞാൻ നമ്മളുടെ കുതിരനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറന്നിങ്ങനെ വന്നപ്പോഴാണ് ഒരാളെ കണ്ടത്. ഇവൻ നമ്മുടെ കുതിരക്ക് വേണ്ടിയിട്ട് കുറേ ദൂരെ നിന്ന് നീന്തി വരിക എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. പിന്നെ ഇവിടെ കുറേ കുതിര ഉണ്ട്. അപ്പോൾ ഇവരൊന്നും ഞാൻ നോക്കുന്നില്ല, നമുക്ക് ഇവളെ മതി. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഒരു എൻഡർ ചെസ്റ്റ് എടുക്കണം. ഒരു എൻഡർ ചെസ്റ്റ് അല്ല, ഈ എൻഡർ ചെസ്റ്റ് നമ്മുടെ സാഡിലും അതേപോലെ തന്നെ ഒരു ലീഷും നമുക്ക് വേണം. ലീഷ് കൊണ്ട് ഇവനെ കൊണ്ടുപോകാൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സാഡിലിട്ട്, ലീഷിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് സാഡിൽ പോരെ, അതല്ല ഒന്നും കൂടി നല്ലത്. എന്നാൽ നമുക്ക് ലീഷ് വേണ്ട, കുറച്ച് സാഡിൽ നമുക്ക് മതി. പിന്നെ വാല്യുബിൾ പെട്ടിയിൽ എന്തിനാ ഈ സാഡിൽ വെച്ചിരുന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് പകതൊന്നുള്ളൂ. എൻ്റെ അടുത്ത് എന്താണ് കുറച്ചുള്ളത് അത് ഞാൻ വാല്യുബിൾസ് ആയിട്ടാണ് കാണാറുള്ളത്. നമ്മൾക്ക് പാവപ്പെട്ടവരാടേ. അപ്പോൾ എന്തായാലും ഇതും കൂടി നമുക്ക് എടുത്തിട്ട് നമ്മളെ കുതിരനെ കൊണ്ടുപോകുന്നു. ടൈം ആവുമെന്നാണ് അറിയാത്തത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കണം. ടൈം ആയിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. അല്ല, വെള്ളത്തിൻ്റെ മേലെ നിന്ന് കയറാൻ പറ്റുമോ? പറ്റില്ലേ? ഇവ നമ്മളായിട്ട് ടൈം ആയാ അങ്ങനെ? സത്യത്തിൽ ഞാൻ ടൈമാക്കിയല്ല, വെള്ളത്തിലായോണ്ടാണോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് ലീഷൊക്കെ കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് ഈ കരയൊക്കെ ഒന്ന് അടുപ്പിക്കാം. എന്നിട്ട് ആണെങ്കിലാണ് നമുക്ക് സംഭവം കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കൊടുന്നിട്ട് ഓനെ സാഡിലൊക്കെ ഇട്ടോനൊന്ന് മെനിക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങളെ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അവനവിടെ നിൽക്കട്ടെ. നേരെ രാത്രി അവനായപ്പോൾ കിടന്നൊക്കെ ഉറങ്ങിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഭാഗ്യമുണ്ടോ നോക്കട്ടെ. എന്ത് ചെയ്യാനാണ്, നല്ല ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സംഭവം നോക്കാം. പിന്നാലെ
അപ്പോൾ നമ്മൾ ഓനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് മഴയും തുടങ്ങിയടോ, മഴ റിയൽ ലൈഫിൽ മഴ, മൈൻക്രാഫ്റ്റിലും മഴ. പിന്നെയും ഭാഗ്യം ഉണ്ടോ നോക്കാം. നല്ല ഭാഗ്യൻ്റെ പോലെ. അപ്പോൾ ഇവൻ ടൈം ആവുണ്ടോ നോക്കണം. ഇവൻ ടൈം ആയോ? അല്ല, ടൈം ആയിട്ടില്ല അല്ലേ? ഇല്ല. ഞാനും വിചാരിച്ച ഈ ഹാർട്ടിൻ്റെ ഭാഗം കാണിക്കാനുള്ള ടൈം ആയിന്നല്ലേ. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും എന്നെ മേത്ത് കയറിയപ്പോൾ ടൈം ആക്കണം എന്നെ. എടാ നിനക്കൊരു ആൺകിടാവിനെ വേണ്ട, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാൽ മതിയോ? ഒരു ആൺകിടാ പറഞ്ഞപ്പോൾ സീൻ തന്നെ. അപ്പോൾ നമുക്ക് കുതിരക്കുട്ടനായിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാം. കാരണം ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. കാരണം എന്താ, കുറേ കാരണം പറഞ്ഞല്ലോ. കാരണം എന്താ, ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. അതന്നെ. അപ്പോൾ ഇവൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം. നമുക്ക് സ്പീഡ് ഉണ്ടാവും. ഇവനല്ല ബൾക്ക്, നമുക്ക് സ്പീഡ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി യാത്ര ചെയ്ത് കൊണ്ടുപോകാം. കുഴിയിലൊന്നും ചാടാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാനത് ഫുള്ളൊന്നും ഓടിച്ച് നിങ്ങൾ കാണിക്കണമൊന്നുമില്ല. കാരണം എന്താ, നമ്മുടെ ഫാക്ടറി ഐലൻഡ് അത് സൈഡിൽ അവിടേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. മലകളും കാടുകളും താണ്ടി ഇതാ കുതിരനെ കൊണ്ട് എത്തിയിരിക്കുന്നു ഗായ്സ്. എടാ ഇവനൊന്നേ അവളുടെ അടുത്ത് ഇവളൊന്ന് അവൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ വരട്ടോ. എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ ആക്കിക്കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇന്നു മുതൽ നിങ്ങൾക്ക് 7 സ്റ്റാർ ബാണ്. സത്യം പറഞ്ഞ കേസ് ഇവരെ നമ്മൾ അടിമാക്കാനാണ്. സീക്രറ്റ് ആട്ടോ, അവരോട് പറയാൻ നിൽക്കണ്ട. നമ്മൾ ബാണുണ്ട് കിടില ഷെയ്ഡറൊക്കെ ഇട്ട സീൻ വേറെ ലെവലിൽ കൂടുതലുണ്ടാക്കിയത് പറയണ്ട. അപ്പോൾ ഇതുവരെയും ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എടാ ഇങ്ങോട്ട് നോക്ക്, കണക്ക് വേണ്ടിയിട്ടൊരു പെൺ കീടാവ്. എൻ്റെ ഓരോ ഞാൻ എൻ്റെ കറങ്ങൽ സ്വഭാവം നിർത്തിക്കോ. ഇവളും ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്. രണ്ടാളും നിൽക്കി. ഞാൻ ഫോട്ടോ എടുത്തേക്കണം, അല്ലെങ്കിൽ വേണ്ട, മറ്റവരെ എന്നെ കൊല്ലും. അപ്പോൾ ഞാൻ ഓരോക്കെ എടുത്തിട്ട് ഒന്ന് വരാം. അപ്പോൾ അവരും കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കാനുണ്ടായി. കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുതിര കുട്ടന്മാരെ അതിലോട്ടാക്കാം. അപ്പോൾ രണ്ടാൾക്കും 2 കൂട് നമ്മൾ കൊടുത്തിരിക്കണം. രണ്ടാൾ 2 നിൽക്കട്ടെ, ഒന്നിലിട്ട് നമ്മൾ ടൈറ്റ് ആക്കണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരും കൂടി ഒന്ന് എടുത്ത് നമുക്ക് സെറ്റാക്കാം. ഇവരെടുത്ത് എല്ലാവരും കൂടി ഓടിപ്പോകുമോ? എന്തായാലും നമുക്കിത് എടുക്കാം. അത് ഫുള്ളൊന്ന് കളക്ട് ചെയ്യണം. അവിടെ എത്ര ഇതുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും കൂടെ പോരെ. എല്ലാവരും പോരെ. നോമിൻ്റെ അടുത്തേക്ക് എല്ലാവരും പോരുക. നോമിനെ സങ്കടപ്പെടുത്തരുത്. നീ മുട്ടയും ഇട്ടോ. എല്ലാവരും ആയോ? വരിക. എല്ലാവരും ആയോ നോക്കട്ടെ. എല്ലാവരും ആയിട്ടുണ്ട്. ഇനി എല്ലാവരും നമുക്ക് നല്ല കിടിലിനായി കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകണതാട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇവർ ചിലതൊക്കെ പൊട്ടും. അപ്പം നമ്മൾ പതുക്കെ എല്ലാവരും കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇന്നു മുതൽ ഇതാണ് നിങ്ങളെ വീട്. അതായത് 7 സ്റ്റാർ ബാണത്ത്. എന്ത് 7 സ്റ്റാർ ബാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരികയും ഞാനും ലീശൊന്നും പൊട്ടിക്കല്ല്. കഷ്ടമുണ്ട്, ലീശൊന്നും പൊട്ടിക്കല്ല്. എല്ലാവരും ഇങ്ങോട്ട് പോരി. നിങ്ങൾക്കുള്ള വീട് ഒരാൾ അതൊക്കെ പുറത്തേക്കണോനൊക്കെ നമുക്ക് പിടിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരി. നിങ്ങളെല്ലാത്തിനും ഞാൻ ഓരോന്നിലാക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഇവിടെ ആക്കിയിരിക്കണം. നമ്മുടെ ഷീപ്പ് ഇവിടെ, നമ്മുടെ പന്നി ഇവിടെ, നമ്മുടെ പശു ഇവിടെ, നമ്മുടെ കോഴി ഇവിടെ ആക്കാനിപ്പോൾ ആരും ഇല്ല. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ സ്നിഫറിന് ഇതുവരെയും കിട്ടിയില്ല. സ്നിഫറിന് കിട്ടിയാൽ നമുക്ക് ഇവിടെ ആക്കാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ കുതിരക്കുട്ടന്മാരാക്കാം. അപ്പോൾ ഓരോരുത്തരെ ഇവിടേക്ക് കൊണ്ടുവരാം. എൻ്റർമാൻ്റെ കയ്യിലെന്താ ഗ്രാവൽ? അതിൻ്റെ ഇവിടുന്ന് പൊക്കിയതാണെന്നാവട്ടെ, പറയാൻ പറ്റൂല. നോക്കണില്ല. നമുക്കിപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് കിട്ടാൻ പേടിയാണെന്നല്ല കേട്ടോ. ഒരു പേടിയോ അത് പേടി കൂൾഗോൻ്റെ ലൈഫിലുള്ളതല്ല. അപ്പോൾ നമുക്കിന്ന് എല്ലാ കുതിരന്മാരും ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 ആളെ ഒപ്പം കൊടുന്നാലല്ലെങ്കിൽ അത് നല്ല അല്ലേ. നമുക്ക് ടൈം നല്ലതുമാണേനും. അപ്പോൾ 2 ആളും ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക കുതിരക്കുട്ടന്മാർ വരിക. ഇത് പെണ്ണൊടുത്തി, ഇത് ആണൊടുത്തി. അപ്പോൾ ഇങ്ങോട്ട് നടന്ന് വരിക. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലോട്ട് പോകണ്ടേ? കുറേ ദിവസമായി മഴയും ഇടിയും. ഒരാൾ വെള്ളത്തിലായിരുന്നു. വരിക കൂട്ടിലോട്ട്. 2 ആളിപ്പോൾ ഒന്നിച്ച് ചേരണ്ട. അങ്ങനെയൊന്നും നിൽക്കണ്ട. നമുക്കറിയാലോ നിങ്ങൾ ഇപ്പോൾ കപ്പിൾസാണെന്ന്. നിങ്ങൾക്ക് 2 ആൾക്കും 2 കൂടും കൂട്ടിലാക്കി തരാം. 2 കൂട്ടിലൊന്നും നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട. 2 കൂട്ടിൽ തന്നെ ആക്കുക. നിങ്ങൾക്ക് അത്ര പ്രൈവസി കിട്ടാൽ മതി. പിന്നെ ഊർഗോക്ക് പെണ്ണില്ല, അപ്പോഴല്ല നിങ്ങൾക്ക് പെണ്ണ്. മര്യാദ ഇങ്ങോട്ട് കയറി വന്നോളി. കമോൺ അതിൻ്റെ കർക്കലസുഖം നിർത്താൻ വേണ്ടിയിട്ടാണ്. കറങ്ങി തലറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടാവും. എനിക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് പോരി. ഈ കോഴി അങ്ങനെ അങ്ങോട്ട് കോഴിക്കളൊക്കെ പറഞ്ഞോണ്. കോഴിക്കളെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം.
അതാ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കോഴിക്കളിന് ഇല്ലെങ്കിലും വേണ്ട. നിങ്ങൾ കുതിരകളും കണ്ട് വന്നാണ്. കോഴിക്കളെ നമുക്കേ ട്രാപ്പ് ഡോർ ഇട്ട് മൂടട്ടാ. അത് നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടെ നിൽക്ക്. നമുക്ക് ആണിനെ അങ്ങോട്ട് ആക്കാം. അതായത് ഇപ്പോൾ ഇവനെ കയറ്റണമെങ്കിൽ വേറൊരു ഇതുണ്ട്. ഇത് പൊട്ടിക്കേണ്ടി വരും, ഇതുപോലെ ഇതും പൊട്ടിക്കേണ്ടി വരും. ഇങ്ങോട്ട് വാ. അവിടെ പോയി നിൽക്കല്ലോ, ഒരു മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യ്. നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഇവിടെ വലിയ ആൾക്കാരുണ്ടാകുമ്പോൾ ചെറിയ ആൾക്കാർ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നീ ഇങ്ങോട്ട് വന്നാ അന്നിപ്പോൾ സെറ്റാക്കണമല്ലോ. ഇത് പൊട്ടിച്ചിട്ട് ഇത് പൊട്ടിക്കുക. നമ്മുടെ കുതിരൻ്റെ മേത്ത് കയറുന്നു, പോകുന്നു, ഇറങ്ങുന്നു, വെക്കുന്നു, എടുക്കുന്നു, വെക്കുന്നു. എല്ലാതും അതിൻ്റെ ലൈഫും കുറയാൻ അയക്കണ്. അപ്പോൾ എല്ലാവരും അയക്കണം. പിന്നെ കോഴിക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് 2 ആൾക്കാരുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. കോഴിക്കളെ ഭാഗം മാത്രം ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വലുപെടുന്ന് പറന്ന് പോവാണ്. ഇന്നെ കൊണ്ട് വെച്ചാ നമുക്ക് ഡേർട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്നുമില്ല. നമുക്ക് മെലണോണ്ടാകും. കേറുവോ? അതാ ഞാനൊന്നും കണ്ടിട്ടില്ല. നമുക്ക് 2 ആൾക്കും ജീവമാണെങ്കിൽ അവിടെ ഇരിക്കുക. ഞാൻ ഇതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. 2 ആൾക്കും ജീവമാണെങ്കിൽ അവിടെ ഇരുന്നോളി. കൂളുക വിചാരിച്ച ഞങ്ങളെ വറുത്തെടുക്കും. അതിനും മേലെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഇവരെ ഭാഗം മാത്രം നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇതിങ്ങനെ പൊട്ടിക്കാം. അതേപോലെ ഇതും ഇങ്ങോട്ടാണ് പൊട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് അവിടെ നിന്നിട്ട് വൃത്തിയേടായി നിൽക്കണ്ട. ഇതിൻ്റെ ഇടയിൽ കൂടെ വരുമോന്നാവോ? അതും പറയാൻ പറ്റും. ഇനി നടക്കൂല മക്കളെ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ മൃഗങ്ങളെ ആക്കിയാണ് നമ്മളെ കുതിരക്കുട്ടന്മാരെ അവിടെ ആക്കിയിരിക്കണം. അപ്പോൾ അവർക്കുള്ള ഒരു പേരും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന് പെണ്ണും ഒന്ന് ആണാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പേര് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ സെറ്റാക്കുന്നതാണ്. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്. ഇപ്പോൾ ഇതും കൂടി ആയതോടുകൂടി നമ്മുടെ ഈ ബേസിൻ്റെ അവിടെ ഒരു ബിൽഡും കൂടി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ഇവിടെ ഫുള്ള് അതന്നെ കുറേ ബിൽഡ് കൊണ്ടാണ്ട്. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ബിൽഡ് എന്തൊക്കെ ടൈപ്പ് കൊണ്ടണമെന്ന്. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ 600 ദിവസമായി. കുറച്ച് ദിവസമല്ല 600 ദിവസമാവും നമ്മളെ വേൾഡിൽ നമ്മൾ കയറിയിട്ട് 600 ദിവസം 599. അപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ആ 600ാമത്തെ ദിവസവും 600ാമത്തെ എപ്പിസോഡും. പറയാൻ പറ്റൂല, ചിലപ്പോൾ മാറും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറൊരു കിടിൽ എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നവർ ഇതാക്കുക. പിന്നെ നിങ്ങൾ ചിക്കൻ ഡാൻസ് ആണെങ്കിൽ ഇതാ സൈഡിൽ നോക്കിയാൽ മതി, ചിക്കൻ ഡാൻസ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു കിടിൽ എപ്പിസോഡുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ, സി യു, ബൈ.